അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1 എന്ന വിഷയത്തിൽ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് നോക്കാം കേട്ടോ. കഴിഞ്ഞ 2 വർഷം 2025 അതുപോലെ തന്നെ 2024 വാർഷിക പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ. ഒരുപാട് ഉപകാരം ഉണ്ടാവും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നുണ്ടാവും, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മദ്രസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിരന്തരം നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലത്തെ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കാം. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിരുന്നു അല്ലേ? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ? ഖദീജ റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു. ഇവരിൽ 3 ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ? ഫാത്തിമ റളിയല്ലാഹു അൻഹു ആയിരുന്നു അല്ലേ? എല്ലാവർക്കും അറിയാലോ, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, എല്ലാ നബിമാരും ചെയ്ത തൊഴിൽ എന്താണ്? ആടുമേക്കൽ, കൃഷി, കച്ചവടം. ഏതാണ് എല്ലാ നബിമാരും ചെയ്ത തൊഴിൽ എന്ന് പറഞ്ഞുകൊണ്ട്? ആടുമേക്കലാണ് അല്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ? അടുത്ത ചോദ്യം, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ഇതാരാ ഇത് പറഞ്ഞതാരാ? ത്വായിഫുകാരാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആരാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ത്വായിഫുകാരോട് പറഞ്ഞതാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. വേറെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് അപായപ്പെടുത്തിയേക്കാം എന്നാണ് ബഹീറ പറഞ്ഞത്? ബഹീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരോ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞില്ല. അത് ആരാണ്? ഖുറൈശികൾ, ബുസ്രക്കാർ, അതുപോലെ തന്നെ ജൂതന്മാർ. ആരാണ്? ജൂതന്മാർ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാമെന്നാണ് പറഞ്ഞതല്ലേ? അപ്പോൾ ജൂതന്മാരാണ് ശരി കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഓരോന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഏതാണ് ശരി എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. ശരിയാവുണ്ടോ അല്ലേ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ നമുക്ക് പരിശോധിക്കാൻ പറ്റുമല്ലോ. അടുത്തത്, മുസ്ലിങ്ങളല്ലാതിരുന്നിട്ടും ഖുർആനിൻ്റെ മഹത്വം അംഗീകരിച്ചു. ആരാണത്? മജൂസി, ഉത്ബത്ത്, ബഹീറ. ആരാണത്? ഖുർആൻ്റെ മഹത്വം അംഗീകരിച്ച ആൾ ഓർമ്മയുണ്ടോ? ഉത്ബത്താണല്ലേ? ഉത്ബത്ത് മുസ്ലിം ആയിരുന്നില്ല, എന്നാലും അദ്ദേഹം ഖുർആൻ്റെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ എണ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ എണ്ണം 5 ആണ്, 4 ആണ്, 7 ആണ്. എത്ര മക്കളാണ് ഉണ്ടായിരുന്നത്? 7 ആണല്ലേ? ഒന്നും മറക്കരുത് കേട്ടോ. ആളുകളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചു വെക്കണേ. അടുത്ത ചോദ്യം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ പിതാവിൻ്റെ പേര് മുസാഹിം, ഖുവൈലിദ്, ഇമ്രാൻ. എന്താണ്? ഓർമ്മയുണ്ടോ? ഖുവൈലിദാണല്ലേ? ഖുവൈലിദാണ്. അതുപോലെ തന്നെ മുസാഹിമിൻ്റെ മകൾ, ഇമ്രാൻ്റെ മകൾ. ഇതൊക്കെ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആടിനെ മേച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിച്ചു. ആരെ സഹായിച്ചത്? ഉപ്പയെ സഹായിച്ചു, ഉപ്പാപ്പയെ സഹായിച്ചു, മൂത്താപ്പയെ സഹായിച്ചു. ആരെ സഹായിച്ചത്? മൂത്താപ്പയാണ് സഹായിച്ചത് അല്ലേ? ഉപ്പയൊക്കെ നേരത്തെ തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. ഉപ്പാപ്പേനെയാണ് എന്തത് ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? പിന്നെ സാലൽ ജബലു മല അൽ വാദി ഫാലൻ നെഹ്റു ഡേഷ്. അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഇലൽ അബ്ഹാരി, ഇലൽ അസ്ജാരി, ഇലൽ ഇന്ദാർ അല്ലേ? എന്താണ് ഫാലൻ നെഹ്റു? പുഴ എവിടേക്ക് ഒഴുകൽ? അബ്ഹാറില്ലേ? ബഹറുകളിലേക്ക് ആണ് ഒഴുകുക അല്ലേ? അപ്പോൾ ഇലൽ അബ്ഹാർ എന്നുള്ളതാണ് വിട്ടുപോയത്. നമ്മൾ ആ ബൈത്തൊക്കെ നമ്മൾ കാണാതെ പഠിച്ചാലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഒക്കെ കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത ചോദ്യം, 7 രൂപ എന്നാണ് അർത്ഥം. 7 രൂപ എന്നങ്ങനെ പറയാം? 9 റൂബിയാത്ത്, 7 റൂബിയാത്ത്, 10 റൂബിയാത്ത്. എന്താ 9 എന്ന് പറഞ്ഞാൽ എന്താ? 9. 7 എന്ന് പറഞ്ഞാൽ എന്താ? 7. 10 എന്ന് പറഞ്ഞാൽ എന്താ? 10 അല്ലേ? അപ്പോൾ എത്രയാണ് നമുക്ക് 7 രൂപ എന്നുള്ളത്? 7 റൂബിയാത്ത് അല്ലേ? ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി മറ്റൊരു ചോദ്യ പേപ്പറിൽ ഇതേ രൂപത്തിലുള്ള ചോദ്യം വന്ന് നമുക്ക് നോക്കാം. ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താൻ, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താൻ. ഒന്നാമത്തെ ചോദ്യം, സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹദി ആരാണ്? ഹഫ്സ റളിയല്ലാഹു അൻഹു, ഖദീജ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു. ആരാണ്? ഓർമ്മയുണ്ടോ? പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹു ആണല്ലേ? അടുത്ത ചോദ്യം, ഈ ലോകത്ത് നിന്ദ്യതയും അപമാനവും ലഭിക്കും. ആർക്കാണത്? ബലഹീനർക്ക്, മാന്യന്മാർക്ക്, മോഷ്ടാക്കൾക്ക്. ആരെക്കുറിച്ച് നമ്മൾ പാഠത്തിൽ അങ്ങനെ പറഞ്ഞത്? മോഷ്ടാക്കളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലേ? ഈ ലോകത്ത് നിന്ദ്യതയും അപമാനവും ഉണ്ടാവും. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിരുന്നു റുഖയ്യ റളിയല്ലാഹു അൻഹു, ഹഫ്സ റളിയല്ലാഹു അൻഹു, സൗദ റളിയല്ലാഹു അൻഹു. ആരാണ്? പറഞ്ഞു നോക്കൂ. റുഖയ്യ റളിയല്ലാഹു അൻഹു ആണല്ലേ? റുഖയ്യ റളിയല്ലാഹു അൻഹു.
അടുത്ത ചോദ്യം, അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ എന്താവും? പ്രിയങ്കരനാക്കും അല്ലേ? അല്ലാഹു തആല ഒരാൾക്ക് അവനെ ആർക്ക് പ്രിയങ്കരനാക്കും എന്ന് പറഞ്ഞത്? കൂട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, അയൽക്കാർക്ക്. ആരെ പ്രിയങ്കരനാക്കും എന്ന് പറഞ്ഞ്? അയൽക്കാർക്കാണല്ലേ. അയൽക്കാർക്ക് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കും. അടുത്ത ചോദ്യം, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കുന്ന തൊഴിൽ. എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാനൊക്കെ ശീലം ഉണ്ടാവും ഒരു തൊഴിൽ ചെയ്താൽ. ഏത് തൊഴിൽ ചെയ്താൽ അങ്ങനെ പറഞ്ഞത്? കച്ചവടം, കൃഷി, ആടുമേയ്ക്കൽ. ഏതാണ്? ക്ഷമയും മറ്റു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു പറഞ്ഞില്ലേ? ഏതാണത്? ആടുമേയ്ക്കണാണല്ലേ. അതുകൊണ്ടാണ് അമ്പിയാക്കളെയൊക്കെ ആടുമേയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം ഇതേ രൂപത്തിൽ അടുത്ത ചോദ്യമുള്ളത്, അല്ലാഹു തആല ആദരിച്ചതിനെ ആദരിക്കാത്തത് കൊണ്ട് ശാപത്തിനിരയായി. ആരാണത്? അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാത്തത് കൊണ്ട് ശാപത്തിനിരയായത് ഖുറൈശികൾ, ഇബിലീസ്, ത്വായിഫുകാർ. ആരാണത്? ഇബിലീസാണല്ലേ. ഇബിലീസ് അള്ളാഹു തആല ആദരിച്ച ആദം നബി അലൈഹി സ്വലാമിനെ ആദരിച്ചില്ല, അതുകൊണ്ട് എന്തായി? ശാപത്തിനിരയായില്ലേ. അടുത്ത ചോദ്യം, നിശ്ചയം ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. ഇത് പറഞ്ഞതാരാ? അബൂ താലിബാണ്, ബുസ്റയാണ്, അതുപോലെ തന്നെ ബഹീറയാണ്. ആരാ പറഞ്ഞത്? ഓർമ്മ ഉണ്ടോ? ബഹീറ പറഞ്ഞതാണല്ലേ. ബഹീറ അവിടുന്ന് കണ്ടപ്പം പറഞ്ഞതാണ്. ആ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ആ ഓർമ്മയിൽ വെക്കാനോട്ടോ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഇസ്ലാമിൻ്റെ മഹത്വം അറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച ആളാരാണ്? ഉത്ബത്താണ്, നസ്തൂറയാണ്, മജൂസിയാണ്. ആരാണ് അങ്ങനെ ചെയ്തത്? മജൂസി ആയ ആളല്ലേ. ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കിയാണ്ട് ഇസ്ലാം സ്വീകരിച്ചു അല്ലേ. അടുത്തത് നമ്മളെ ബൈത്ത് എന്നുള്ള ചോദ്യമാണ്, ഹബ്ബർ റീഹു സാ അൽ മുസനു ഡാഷ് മാൽ ഇൻസാർ. എന്താണ് അൻ നഹർ അൽ മത്തർ അൽ ബിർ അല്ലേ. ഖബലൽ മത്തരി മാൽ ഇൻസാർ എന്ന് പറഞ്ഞല്ലേ. ഖബലൽ മത്തരി മാൽ ഇൻസാർ അല്ലേ, മുന്നറിയിപ്പായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ആ ബൈത്തുകളൊക്കെ കാണാൻ പഠിക്കുക. പിന്നെ 7 പേനകൾ എന്നാണ് അർത്ഥം. 7 പേനകൾ എന്നുള്ളത് സബഅത്തു അഖ്ലാം, തിസ്അത്തു അഖ്ലാം, ഖംസത്തു അഖ്ലാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സബഅത്ത് എന്ന് പറഞ്ഞാലാണ് 7. അപ്പോൾ 7 പേനകൾക്ക് സബഅത്തു അഖ്ലാം എന്ന് പറയില്ലേ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ ചോദ്യവും ഉത്തരവുമുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ശരിയുള്ളത് ഏതാണെന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് വരുന്ന ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഇവിടെയും ചോദ്യമുണ്ട്, ഉത്തരവുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും നഷ്ടപ്പെടുത്താതെ വളരെ സൂക്ഷിച്ചുകൊണ്ട് എഴുതേണ്ട ഭാഗമാണ്. നമ്മളൊരിക്കലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അപ്പോൾ 2 ഭാഗം ആദ്യം നമ്മൾ നന്നായി വായിക്കണം. ഒന്നാമത്തെ ഭാഗത്ത് ഇമ്രാൻ, ഉസാമത്ത്, ഇബ്രാഹിം, അബൂ താലിബ് എന്നിങ്ങനെയുള്ളത്. രണ്ടാമത്തെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ, മറിയം ബീവിയുടെ പിതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ എന്നിങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഓരോന്ന് നോക്കാം. ഇമ്രാൻ എന്ന് പറഞ്ഞ ആളാരാണ്? ഇമ്രാനെ കുറിച്ച് നമ്മൾ പാഠത്തിൽ എന്താ പറഞ്ഞത്? ഇമ്രാനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാചനാണോ അല്ലേ? ഇവിടെ പിതാവിൻ്റെ സഹോദരനാണോ? അല്ല, മറിയം ബീവിയുടെ പിതാവ് അല്ലേ. മറിയം ബീവിയുടെ പിതാവാണ് ആര്? ഇമ്രാൻ അല്ലേ. ഇവിടെ സി എന്നാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കുക, സി എന്ന് എഴുതി കൊടുക്കാം. രണ്ടാമത്തെ എന്താണ്? ഉസാമത്ത് ആരാ? ഉസാമത്തിനെ കുറിച്ച് നമ്മൾ പാഠത്തിൽ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാചനാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാചനം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? എ എന്നാണുള്ളത്. ഇത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ. അടുത്ത ചോദ്യം, ഇബ്രാഹിം അല്ലേ. ഇബ്രാഹിം ആരാണ് ഇബ്രാഹിം എന്നുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ എന്നുള്ളതാണ് ബാക്കിയുള്ളത്. പിന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ്റെ പേര് ഇബ്രാഹിമാണ്. അപ്പോൾ ഇവിടെ ഡി എന്നുള്ളത് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്? അബൂ താലിബ് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ അല്ലേ. അപ്പോൾ അവിടെ ബി എന്ന് എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ നമുക്ക് 2 ചോദ്യത്തിൻ്റെ കാര്യങ്ങൾ തെറ്റും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതണം, നഷ്ടപ്പെടുത്തരുത്. നമുക്ക് ഉറപ്പുള്ള മാർക്കുകളാണ്, നഷ്ടപ്പെടുത്താതിരിക്കുക കേട്ടോ. മറ്റൊരു ചോദ്യ പേപ്പറിലുള്ള ചേരുംപടിയിലുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചേരുംപടി ചേർക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ, അയൽവാസിയെ ആദരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ, അബൂ താലിബ്, സഹ്ൽ റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു, ഖാസിം റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണുള്ളത് അല്ലേ. നമുക്ക് ഓരോന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാചനം അല്ലേ, അത് നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാചനം ആരാണ്? നേരത്തെ കണ്ടു തന്നെയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ സി ആണ്. നമ്മൾ സി എന്ന് ഇവിടെ എഴുതി കൊടുക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ അല്ലേ. ഒരുപാട് മക്കളുണ്ട്. അതിൽ ഒരു മകനെ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? ഇബ്രാഹിം എന്ന ആളെ നേരത്തെ പറഞ്ഞു അല്ലേ. ഇവിടെ ഉള്ളത് ആരാണ്? ഖാസിം ആണ് ഇവിടെ ഉള്ളത് അല്ലേ. ഖാസിം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനാണ്. അപ്പോൾ ഇവിടെ ഡി എന്നുണ്ട്, നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു കേട്ടോ. പിന്നെ അയൽവാസിയെ ആദരിച്ചു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അയൽവാസിയെ ആദരിച്ചു. ആരാണ് അയൽവാസിയെ ആദരിച്ചത്? അല്ലേ, സഹ്ൽ റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. സഹ്ൽ. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നു, സഹ്ൽ റളിയല്ലാഹു അൻഹു.
അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലേ, അബൂ ത്വാലിബാണ് അല്ലേ. അബൂ ത്വാലിബ് ഏറിനാണ് ഇവിടെ ഉള്ളത്, നമ്മൾ എന്ന് ഇങ്ങോട്ട് എഴുതി കൊടുക്കുന്നു. ഈ രൂപത്തിൽ തെറ്റില്ലാതെ എഴുതിയാൽ ഇതിൻ്റെ മുഴുവൻ മാർക്കും കിട്ടും. ചോദ്യവും ഉത്തരവും ഉള്ളതാണ്, നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അടുത്ത ചോദ്യം വരുന്നത് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യമാണ്. പൂരിപ്പിക്കുക, വിട്ട ഭാഗം നമ്മൾ പൂരിപ്പിക്കണം. ചിലപ്പോൾ ആയത്തുകളോ ഹദീസുകളോ അല്ലെങ്കിൽ പാഠഭാഗത്തുള്ള എന്തെങ്കിലും ആശയങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ കൃത്യമായിട്ട് പാഠം നന്നായി വായിക്കണം, ആയത്തുകളും ഹദീസുകളൊക്കെ കാണാതെ പഠിക്കണം, എന്നാലാണ് ഇത്തരം കാര്യങ്ങൾ കിട്ടുക കേട്ടോ. അപ്പോൾ നോക്കാം, അയൽവാസിയെ ഡാഷ് സത്യവിശ്വാസികളാവുകയില്ല. അയൽവാസിയെ എന്താക്കുന്ന ആളുകൾ എന്നാണ് പറഞ്ഞത്, ഓർമ്മ ഉണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ നോക്കാം, ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ കേട്ടോ. എന്താണ് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ എന്ത് ചെയ്യില്ല, സത്യവിശ്വാസി. അപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നവൻ നമുക്ക് എഴുതാൻ കിട്ടണം കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡാഷ് പെൺമക്കളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പെൺമക്കളുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു നോക്കൂ, എത്ര ഉണ്ടായിരുന്നത്? 4 പെൺമക്കളുണ്ടായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം, ഇടപാടുകൾ നടത്തുമ്പോൾ ഡാഷ് പാലിക്കണം. എന്താണ് ഇടപാടുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട എന്താണ് എന്ന് പറഞ്ഞു നോക്കൂ. സത്യസന്ധത പാലിക്കണം അല്ലേ, സത്യസന്ധത പാലിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഡാഷിൻ്റെ ഉമ്മമാരാണ്. എന്താണ് ഉത്തരം, ഓർമ്മ ഉണ്ടോ? പറഞ്ഞു നോക്കൂ. എന്താണ്, വിശ്വാസികളുടെ ഉമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മഹാരമാരാണല്ലേ. എന്താണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് അറബിയിൽ പറയുക, അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. പിന്നെ അത് വാഹിദുൻ ഇസ്നാനി ഡാഷ് അർബഅത്തുൻ ഖംസത്തുൻ അങ്ങനെ പറഞ്ഞതില്ലേ. വാഹിദ് പറഞ്ഞാൽ എത്രയാണ്? 1 2 4 5. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ വിട്ടത്? 3 വിട്ടുപോയിട്ടുണ്ട്. എന്താ 3 പറയാം എന്ന് പറഞ്ഞു നോക്കൂ. വാഹിദ് ഇസ്നാനി എന്താണ്? സലാസത്തുൻ അല്ലേ, വാഹിദ് ഇസ്നാനി സലാസത്തുൻ. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തൊരു ചോദ്യ പേപ്പറിൽ ഇതേ രൂപത്തിലുള്ള ചോദ്യം പൂരിപ്പിക്കാനുള്ള ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അത് ഡാഷിൽ ശുപാർശ ചെയ്യും. എന്താണ് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് എവിടെയാണ് ശുപാർശ എന്ന് പറഞ്ഞത്? അന്ത്യനാളിൽ അതെന്ത് ചെയ്യും? ശുപാർശ ചെയ്യൂലേ. അടുത്ത ചോദ്യം, അല്ലാഹു തആലയുടെ ഡാഷ് ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ്. എന്താണ് അല്ലാഹു തആലയുടെ എന്താണ് ഓർമ്മ ഉണ്ടോ? ചിഹ്നങ്ങൾ അല്ലേ. അല്ലാഹു തആലയുടെ ചിഹ്നങ്ങൾ ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ് അല്ലേ. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഡാഷ് എല്ലാവരും ആടിനെ മേച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു നോക്കിയോളൂ. എന്താണ് ഡാഷ്? നബി സല്ലല്ലാഹു പറഞ്ഞു ഡാഷ് എല്ലാവരും എന്താണ്, ആരാണ് ആടിനെ മേച്ചിട്ട്? എല്ലാ ആളുകളും, ഏതോ ഒരു വിഭാഗം ആളുകൾ എല്ലാവരും പറഞ്ഞു നോക്കൂ. പ്രവാചകന്മാരല്ലേ. പ്രവാചകന്മാർ എല്ലാവരും ആടിനെ മേച്ചിട്ടുണ്ട്. അടുത്തത് സിത്തത്തുൻ സബ്അത്തുൻ തിസ്അത്തുൻ അശറത്തുൻ. എന്താണത്? എന്താ അറിയോ? എന്താണ് സിത്തത്ത് പറഞ്ഞാൽ എത്ര? 6 സബ്അത്ത് 7 തിസ് എന്ന് പറഞ്ഞാൽ 9 അശറത്ത് പറഞ്ഞാൽ 10 അല്ലേ. 6 7 പിന്നെ 8 ആണല്ലേ, 9 10. അപ്പോൾ 8 എന്താ പറയുക? പറഞ്ഞു നോക്കൂ. എന്താണ് 8 പറയുക എന്ന് പറഞ്ഞാണ് ആർക്ക് കിട്ടും നോക്കാമല്ലോ. കിട്ടിയോ? സമാനിയത്തുൻ അല്ലേ. തിസ് സബ് സമാനിയ തിസ് സിത്ത സബ് സമാനിയ തിസ് അശറ കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ എണ്ണാൻ അറിയുന്നുള്ളൂ. നേരത്തെ 5 മുതൽ 1 മുതൽ 10 വരെ എണ്ണാൻ അറിയുന്നുള്ളത് ഉറപ്പ് വരുത്തിട്ടോ. എണ്ണാൻ അറിയാമെന്ന് പറഞ്ഞാൽ പോരാ, എഴുതാൻ കൂടി കിട്ടണം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഡാഷിൻ്റെ ഉമ്മമാരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. എന്താണ് എന്താണ് പറയൂ? വിശ്വാസികളുടെ ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, മിസ്വാക്ക് ചെയ്യാൻ ഉത്തമമായ മരക്കമ്പ് ഏതാണ്? ഏത് മരക്കമ്പ് കൊണ്ടാണ് മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്? പറഞ്ഞു നോക്കൂ. അറാക്ക് കൊണ്ടാണ് അല്ലേ. ആർക്കൊക്കെ കിട്ടി? എല്ലാവർക്കും കിട്ടിയോ? അടുത്ത ചോദ്യം, അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ ഒന്നിൻ്റെ പേര്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ ഒരുപാട് ചിഹ്നങ്ങൾ പറയാനായിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ പേര് എഴുതിയാൽ മതി. ഖുർആൻ, മതഗ്രന്ഥങ്ങൾ അല്ലേ, സജ്ജനങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. നമ്മളെല്ലാം പഠിച്ചു വെക്കണം. ഇനി 2 എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കിട്ടണ്ട. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഓർമ്മ ഉണ്ടോ? പറഞ്ഞു നോക്കൂ. വിശുദ്ധ ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത് അല്ലേ. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ എത്ര ആൺമക്കളുള്ളത്? നേരത്തെ നമ്മൾ പെൺമക്കളെ എണ്ണം പറഞ്ഞു അല്ലേ. ആൺമക്കൾ എത്ര ഉണ്ടായിരുന്നത്? 3 അല്ലേ. 3ഉം 4ഉം 7 മക്കളുണ്ടായിരുന്നത് അല്ലേ. അടുത്ത ചോദ്യം, പക്ഷി എന്നതിൻ്റെ അറബി പദം എന്താ? പക്ഷി എന്നുള്ളതിന് ഇങ്ങനെ അറബിയിൽ പറയാം. നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടില്ലേ, എന്താണ് അത് പറയുക? ത്വായിറുൻ അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ മറ്റൊരു ചോദ്യ പേപ്പറിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ വന്നത് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ എത്രയാണെന്നുള്ളതാണ്. എത്രയാണ്? 4. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ.
അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? അത് നേരത്തെ പറഞ്ഞ തന്നെയാണ് അല്ലേ, വിശുദ്ധ ഖുർആനാണ് അല്ലേ. അടുത്തത് ആലിമുകൾ ആദരിക്കുന്നതിൻ്റെ വിധി എന്ത്? ആലിമുകളെ ആദരിക്കുന്നതിൻ്റെ വിധി എന്താണ് നമ്മൾ പാഠത്തിൽ പറഞ്ഞത്? നിർബന്ധമാണെന്ന് പറഞ്ഞു അല്ലേ. ആലിമുകളെ ആദരിക്കൽ നിർബന്ധമാണ്. അടുത്തത് ആടുകളെ മേച്ചാൽ എന്ത് പഠിക്കും? ആടുകളെ മേച്ചാൽ എന്താ പഠിക്കാറുള്ളത്? എന്തോ പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ്? ക്ഷമ പഠിക്കും അല്ലേ. ക്ഷമയും പിന്നെന്താ സഹനവും പഠിക്കും കേട്ടോ. ക്ഷമയും സഹനവും ഒക്കെ പഠിക്കും ആടുകളെ മേച്ചാൽ. അതുകൊണ്ടാണ് അമ്പിയാക്കളിലെ പ്രവാചകന്മാരൊക്കെ ആടിനെ മേക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അടുത്ത ചോദ്യം, തോട്ടം എന്നതിൻ്റെ അറബി പദം, തോട്ടം എന്ന് എങ്ങനെ അറബിയിൽ പറയാം എന്ന് പറഞ്ഞു നോക്കി. എങ്ങനെ ഓർമ്മ ഉണ്ടോ? ബുസ്താൻ അല്ലേ. ബുസ്താൻ എന്ന് പറഞ്ഞാൽ തോട്ടം എന്ന് പറയും. അപ്പോൾ ഈ രൂപത്തിലാണ് ഒറ്റ വാക്കിലുള്ള ചോദ്യങ്ങളൊക്കെ വരിക. നന്നായി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഒറ്റ വാചകത്തിൽ ഉത്തരേതാനുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബഹീറ കണ്ടു. എന്താണ് ബഹീറ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ട കാര്യം പറഞ്ഞു നോക്കൂ. അന്ത്യപ്രവാചകനെക്കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബഹീറ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുക, അതുപോലെ തന്നെ എഴുതാനും പഠിക്കട്ടോ. മോഷ്ടാവിന് ഈ ലോകത്ത് എന്ത് ലഭിക്കും? എന്താണ് മോഷ്ടാവിന് ഈ ലോകത്ത് ലഭിക്കുക? മോഷ്ടാവിന് ഈ ലോകത്ത് ലഭിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. എന്നാലും എന്താണ്? നിന്ദ്യതയും അപമാനവും ലഭിക്കും അല്ലേ. നിന്ദ്യതയും അപമാനവുമാണ് ലഭിക്കുക. അടുത്തത്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്ത്? ഖദീജ ബീവിയെക്കുറിച്ച് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാറുണ്ടായിരുന്നത്? പറഞ്ഞു നോക്കൂ. എന്താണ്? ഓർമ്മ ഉണ്ടോ? ഖദീജ റളിയല്ലാഹു അൻഹ വലിയ മഹദിയാണ്, അവരിൽ എനിക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ. അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അടുത്തത്, കാറ്റടിച്ച് വീശി അറബിയിലാക്കിയത്. എങ്ങനെയാണ് കാറ്റടിച്ച് വീശി എന്ന് ഇത് പറയാം? ഓർമ്മ ഉണ്ടോ? നമ്മൾ ആ ബായിത്തുള്ള പാട്ടിൽ അതിൽ പഠിച്ചല്ലേ, ഹബ്ബർ രീഹു അല്ലേ, കാറ്റടിച്ചു വീശി. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരും. കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ചോദ്യ പേപ്പർ നമുക്ക് ചോദിച്ചു നോക്കാം. അതിൽ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക ചോദ്യത്തിൽ എന്താവുന്നത്? അയൽവാസികളോട് എങ്ങനെ പെരുമാറണം? അയൽവാസികളോട് എങ്ങനെ പെരുമാറേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. എങ്ങനെ പെരുമാറേണ്ടത്? അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. ഈ രൂപത്തിലൊക്കെ അയൽവാസികളോട് പെരുമാറണം അല്ലേ. അടുത്തത്, നബി കുടുംബം വ്യാപിച്ചത് ആരിലൂടെ? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം വ്യാപിച്ചത്? നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ടായിരുന്നില്ലേ. എങ്ങനെയാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കൾ ആയ ഹസൻ, ഹുസൈൻ എന്നിവരുടെ സന്താന പരമ്പരയിലൂടെയാണ് നബി കുടുംബം വ്യാപിച്ചത് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത്, മുമ്പുള്ളവരെ അല്ലാഹു തആല നശിപ്പിച്ചത് അവരുടെ അനീതിയാണ്. എന്തായിരുന്നു അനീതിയിലെ? മുമ്പുള്ള സമുദായത്തേക്ക് നശിപ്പിച്ച അവിടെ അനീതി കാരണമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന് കാരണം പറഞ്ഞത്? എന്താണ് അവർ ചെയ്ത അനീതി? മാന്യന്മാർ മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടും, അതുപോലെ തന്നെ ബലഹീനർ മോഷ്ടിച്ചാൽ അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും അല്ലേ. ഇതായിരുന്നു അവരുടെ അനീതി. അത് കാരണമാണ് അവരൊക്കെ നശിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കട്ടോ. അടുത്തത്, 5 പെൺകുട്ടികൾ അറബിയിലാക്കുക. 5 പെൺകുട്ടികൾ എങ്ങനെ അറബിയിൽ പറയാം? നമ്മുടെ പാഠത്തിൽ എങ്ങനെയുള്ളത്? ഹംസു ബനാത്തിൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് വരുന്നത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനുള്ള ചോദ്യങ്ങളാണ്. 5 വരി കാര്യങ്ങൾ അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ 5 പോയിൻ്റെങ്കിലും നമ്മൾ എല്ലാ പാഠത്തു നിന്നും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ അതിൽ ആടുമേക്കലിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം വന്നത്. ആടുകളെ മേയ്ക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും. അതുകൊണ്ടാണ് അല്ലാഹു തആല ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രവാചകന്മാർക്ക് ആടുകളെ മേയ്ക്കാൻ അവസരം നൽകിയത്. അപ്പോൾ ആട് മേയ്ക്കുക എന്നുള്ള രൂപത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ആട് മേയ്ക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് എന്താണ്? 5 വരിയിൽ ഉപന്യസിക്കാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അവിടെ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. നബിയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീനിനു വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തവരാണ് അവർ. മതവിജ്ഞാനങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവർ മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ പാഠത്തിലും 5 പോയിന്റുകളൊക്കെ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ നേരത്തെ നോക്കി വെച്ച് പഠിച്ച് അത് എഴുതാൻ കൂടി പഠിക്കുക. അങ്ങനെ പറയാൻ കിട്ടിയാൽ പോരാ, എഴുതാൻ കൂടി കിട്ടണം. അറബി മലയാളത്തിൽ എഴുതാൻ കിട്ടണം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ പരീക്ഷകളിൽ
നമ്മൾ ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രൂപത്തിൽ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യപേപ്പർ PDF ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കിയാൽ നമുക്ക് ആപ്പിൽ നമ്മളെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണം അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് എഴുതി നോക്കാം. ആ രൂപത്തിലേക്ക് എഴുതി നന്നായിട്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങി പരീക്ഷ എഴുതിയാൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയും. അങ്ങനെ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാത് സമയത്ത് അതിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.